നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നിധി ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിക്കാണ് നിധി ആ കാഴ്ച കാണുന്നത്. നികേഷിന്റെ അമ്മയെ പോലെ സ്ത്രീയെ കാണുവാണ്. അപ്പോഴേക്കും നിധിക്ക് സംശയമായി. പിന്നീട് നിധി അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. വീട്ടിൽ വന്ന് ഭാസ്കരനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ പക്ഷെ അടുത്തില്ല. നിധിക്ക് സംശയമായി. ഈ ട്രിവാൻഡ്രത്ത് എവിടെയോ നികേഷിന്റെ അമ്മയുണ്ട്. താനാ ഫോട്ടോ കണ്ടാണ് ആ സ്ത്രീ തന്നെയാണ്. പക്ഷെ ഭാസ്കരന് എതിർക്കുവരെ അവരിവിടെ എങ്ങുമില്ല, അതൊക്കെ നിനക്ക് തോന്നിയതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭാസ്കരൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിധിയുടെ മനസ്സ് വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ പരിസരത്ത് എവിടെയാലും കാണണം. അത് കണ്ടെത്താൻ തന്നെ നിധി തീരുമാനിക്കുന്നുണ്ട്. ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. പിന്നീട് നിധി എന്തേലും ചോദിക്കുന്നു ഭയന്ന് ഭാസ്കർ നിധിയുടെ മുന്നിലേക്ക് പോലും വരുന്നില്ല. പേടിച്ചിട്ടാണ് വരുന്നത്. നിധി ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവളെ കണ്ടുപിടിക്കും എന്നൊക്കെ ഒരു ചിന്ത ഭാസ്കറിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് സുഭാഷിന്റെ അടുത്ത് ചെന്നിട്ട് സുധീഷ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. സുഭാഷ് ചേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ ബാത്റൂമിന്റെ പണി സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എത്ര നാളെന്ന് വെച്ചാ നിധി ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂമിലെ യൂസ് ചെയ്യുന്നത്. ഒരു നല്ല ബാത്റൂം പണിയണം. അപ്പം നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുഭാഷിന് സമ്മതമായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ച ബാത്റൂം അകത്ത് തന്നെ ഒരു ചെറിയൊരു മുറിയുണ്ട്. ഈ പണിസാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നത് അവിടെ പണിയാൻ തീരുമാനിച്ചു. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പണിക്കാരൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ അങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണ്. ഗംഗാധരൻ വന്നിട്ട് വെല്ലുവിളികളൊക്കെ നടത്തുക. നിധി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. സുധീഷും നികേഷും അവരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഭാസ്കരൻ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, ഞാൻ കൊണ്ടേ കേസ് കൊടുക്കും. കോടതിയിലെ സ്റ്റേ ഉള്ള ഈ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ സുധീഷും ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അനുസരിക്കുന്നില്ല. ഒടുവിൽ ഭാസ്കരൻ നൈസായിട്ട് ഗംഗാധരനെ കയ്യെ പിടിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതെ മര്യാദയ്ക്ക് ഇപ്പോഴൊന്ന് പോകുന്ന നല്ല, അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ ശരിക്കും നാണം കിടുമെന്ന് പറഞ്ഞു. ഗംഗാധരൻ്റെ കാര്യം മനസ്സിലായില്ല. അതെ, നിങ്ങളുടെ പെങ്ങടെ മോളുണ്ടല്ലോ, അതായത് എൻ്റെ പെങ്ങടെ മോള് സുനന്ദ കല്യാണത്തലേന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോകത്തില്ലായിരുന്നു. സുഭാഷിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന ആ കഥകളൊക്കെ അറിയാലോ എന്ന് ചോദിച്ചു. ഗംഗാധരനൊന്നും മിണ്ടിയില്ല. പിന്നെ സുനന്ദ എങ്ങോട്ടേക്ക് കെട്ടിച്ചാ വിട്ടിരിക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവൾ പറഞ്ഞു തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയും കൂടുതലൊന്ന് കളിച്ചാണ്ടല്ലോ നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ഞാൻ പോവും. സുഭാഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. സുനന്ദയുടെ ജീവിതം നശിക്കും. വേണമെന്ന് ഒരൊറ്റ ചോദ്യം. ഗംഗാധരൻ ഫ്ലാറ്റായി അതിനകത്ത്. ഗംഗാധരന് എന്തേലും പറയാൻ പറ്റുമോ? ആകപ്പാടെ വല്ലാത്തൊരു ടെൻഷന്. ഭാസ്കരൻ ചിലപ്പോൾ പറയുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒടുവിൽ ഗംഗാധരൻ നാണം കിട്ടുപോയി. ഭാസ്കരൻ എന്താണ് പോയി പറഞ്ഞെന്നുള്ള കാര്യം സുധീഷിനും സുഭാഷിനൊന്നും മനസ്സിലായില്ല. ഒരു കാര്യം ഉറപ്പായിരുന്നു, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടായെന്നുള്ളത്. പിന്നീട് നിധി ജോലിക്ക് പോയിട്ട് നിധിയോടൊരു ഡിസൈൻ വരയ്ക്കാനൊക്കെ പറയണം. ഒരു ഡിസൈനിൽ പ്ലാൻ വരയ്ക്കാനായിട്ട് പറയണം. ഒരു പ്ലാൻ വരച്ച് നിധി അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഒരു മാളിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും അപ്പോൾ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിധി വരച്ചു കൊടുത്തു. പക്ഷേ എങ്കിൽ 2 മാനേജർമാരുണ്ടായിരുന്നു അവിടെ. 2 പേരുണ്ടായിരുന്നു. 2 പേര് കൂടി ഷെയർ ചെയ്തിട്ടാണ് ആ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിധി കൊണ്ടേ പ്ലാൻ കൊടുത്ത ആളെന്ന് പറഞ്ഞാൽ ഇത്തിരി ചൂടനായിരുന്നു അയാളതെല്ലാം നോക്കിയിട്ട് വന്നു. ഇങ്ങനെയാണോ പ്ലാൻ വരയ്ക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ വലിയ ഗോൾഡ് മെഡലിസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ? ഒരു മാളാമത്തേനും അത്യാവശ്യ ഘട്ടങ്ങൾ അടിയന്തര ഘട്ടത്തിൽ പുറത്തിറങ്ങാനുള്ള എക്സിസ്റ്റൻ കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഇതൊന്നും ഇല്ലാതെയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു നിധിയെ ചീത്ത പറയുന്നുണ്ട്. നിധിക്ക് ഭയങ്കര വിഷമമായി. കാരണം നിധി അത്രയ്ക്ക് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. നിധി പറഞ്ഞു, സാരമില്ല. നിധി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പത്തിന് അയാളോട് സാരമില്ല, ഈ തവണ ഇങ്ങനെ പോട്ടെ, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു. നിധി സോറിയൊക്കെ പറയുന്നുണ്ട്. നിധിക്ക് മനസ്സിലായി തൻ്റെ കയ്യിലെ കുഴപ്പമാണ്, താൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന പോലൊന്നുമല്ല, ഒരു ജോലിക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിധിക്ക് മനസ്സിലായിരുന്നു. പിന്നീട് വൈകുന്നേരം സുധീഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിധി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ആരാ അയാൾ? ഞാൻ അയാളോട് വന്ന് ചോദിക്കാം. നിധി അയാൾ ചീത്ത പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. നിധി പറഞ്ഞു, ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, അപ്പം അതുകൊണ്ട് സാറ് പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ സുധീഷ് ഓർത്ത നിധിയെ വലുതായിട്ട് ചീത്ത പറഞ്ഞു എന്നൊക്കെ ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം അവരൊക്കെ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്താണ് സുനന്ദ സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും നികേഷ് ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു,
ഇത് സുനന്ദയാണല്ലോ വിളിക്കുന്നത്, കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ ഇവൾ എന്തിനാ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്, ഞാൻ കോൾ എടുക്കാറില്ല, അത് ശരിയല്ലല്ലോ കോൾ എടുക്കണേ. ആ സമയത്ത് നിധി പറഞ്ഞു, ചിലപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിരിക്കും, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, എന്നാലും അത് ശരിയല്ലല്ലോ. സുഭാഷ് പറഞ്ഞു, ഞാൻ കോൾ എടുക്കാറില്ല എന്ന് പറഞ്ഞു. ആ സമയം സുനന്ദ ഒന്നും വിളിച്ചിട്ട് വീണ്ടും കോൾ കട്ടായി കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ്. ദേ വീണ്ടും വിളിക്കണം എന്ന് പറഞ്ഞു. വീണ്ടും കോൾ എടുത്തില്ല. അപ്പോഴേക്കും വീഡിയോ കോൾ വിളിക്കുകയാണ്. ഈ സമയം നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. നിധി കോൾ എടുത്തു. നിധി കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുനന്ദ ചോദിച്ചു, നിധി എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു. ഞാൻ സുഭാഷ് ചേട്ടനെ കുറേ തവണ വിളിച്ചു, സുഭാഷ് ചേട്ടൻ കോൾ എടുക്കുന്നില്ല. സുഭാഷ് ചേട്ടൻ എന്തെന്ന് ചോദിച്ചു. അത് പിന്നെ സുഭാഷ് ചേട്ടൻ കുറച്ച് തിരക്ക് ജോലിയില്ലാന്ന് പറഞ്ഞു. എന്ത് തിരക്ക്? ഒരു കാര്യം ചെയ്യാം, സുഭാഷ് ചേട്ടൻ ഒന്നുകൊണ്ട് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, ഇതേ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിൻ്റെ ഫോൺ കൊടുത്തു. സുഭാഷ് വാങ്ങി. സുനന്ദയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖമാണെന്നൊക്കെ സുഖമാണ്, ഞാനിപ്പോൾ സുഭാഷ് ചേട്ടനെ വിളിച്ചേ, ഞാൻ വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അടുക്കള കാണിച്ചു കൊടുത്തു, മുറിയുടെ അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ അശ്വിൻ അവിടെയുണ്ട്, ഞാൻ അശ്വിനെ വിളിക്കാം, അശ്വിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അശ്വിനെ ഇതേ സുഭാഷ് ചേട്ടനാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ആ സമയം സുനന്ദ ഓർത്തിട്ട് എന്താ കോള് കട്ട് ചെയ്തേ, വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ മറുപടി വന്നേ. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, സുഭാഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. സ്വിച്ച് ഓഫ് ചെയ്തു. എങ്കിലും ഓണാക്കി കഴിയുമ്പോൾ ഇനി വീണ്ടും അവൾ വിളിക്കുമെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താൽ മതി, ബ്ലോക്ക് ചെയ്താൽ മതി നമ്പർ. ബ്ലോക്ക് ചെയ്താൽ പിന്നെ കോള് വരും, നമ്മൾ അറിയത്തില്ല, കോള് കട്ടായി പോയിക്കോളും. ആ കാര്യത്തിൽ സുഭാഷ് ചേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. സുഭാഷിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം ഇനി സുനന്ദ വിളിച്ച് സുനന്ദയുടെ ജീവൻ നശിച്ചു പോവോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. നിധി പറഞ്ഞു, തൽക്കാലത്തേക്ക് സുഭാഷ് ചേട്ടൻ ബ്ലോക്കൊന്നും ചെയ്യാൻ പോകണ്ട, ഇനിയിപ്പം സുനന്ദ ചിലപ്പോൾ വല്ല വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതാണോ എന്ന് അറിയത്തില്ലോ, പക്ഷെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അത് ശരിയാ, എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ പോരെ, അതിന് സുഭാഷ് ചേട്ടനെ തന്നെ വിളിക്കണം നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് സുധീഷ് എന്ത് ചെയ്തു, കുറച്ച് പൈസ കൊണ്ടുവന്ന് സുഭാഷിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതെന്തിനാടാ? അല്ല ബാത്റൂം പണിയാനായിട്ട് ഒരു 12,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പണമൊക്കെ നിൻ്റെ കയ്യിൽ അത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പണം കൊടുത്തു, കാരണം ബാത്റൂം പണിയുന്ന സമയത്ത് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടല്ലോ. പിന്നീട് ഹരീഷിനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത്? നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞു ഹരീഷിനെ കൂട്ടിക്കൊണ്ടുപോയി. കാര്യം എന്താ വെച്ചാൽ പറ. അതെ, നിധിക്കൊരു സ്കൂട്ടി വേണമെന്ന് പറഞ്ഞു. സ്കൂട്ടിയോ? അതെ, അവൾക്കിപ്പം ബസ്സിനല്ലേ അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഇടയ്ക്ക് സുധീഷ് കൊണ്ടേ വിടാമെന്ന് പറഞ്ഞാൽ, പക്ഷെ നിധി സമ്മതിച്ചില്ല. നിധി പറഞ്ഞു, ഞാൻ നികേഷിനോടൊപ്പം ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞു. നികേഷ് കോളേജിൽ പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങണത്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നിധി ബസ്സിലൊക്കെ ചിലപ്പോൾ സീറ്റ് ഇല്ലെങ്കിൽ തൂങ്ങി പിടിച്ചൊക്കെ പോകണമല്ലോ, അപ്പോൾ സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ പോകാൻ തിരിച്ചു വരികയൊക്കെ ചെയ്യാം. അങ്ങനെ ഹരീഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, ഒരു 1.5 ലക്ഷം രൂപയാവും നല്ല വണ്ടി മേടിക്കണമെങ്കിൽ. അയ്യോ, അത്രയും രൂപയ്ക്ക് ആവോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു സെക്കൻഡ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മേടിക്കാം, എന്നിട്ട് പിന്നെ പുതിയത് മേടിക്കാം, കുറച്ച് പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ പൈസയും കൊണ്ടൊരു വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, സെക്കൻഡ് വണ്ടി നോക്കാം. ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അവിടെ സ്ഥിരമായിട്ട് വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ പറ്റുന്ന ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചേട്ടൻ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന്, അത് വേണേൽ നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അല്ല സെക്കൻഡ് മേടിച്ചു കൊടുത്താൽ അവൾക്കിനി ഇഷ്ടപ്പെടുവോ? അതൊരു സംശയമാണ്. സാരമില്ല, സെക്കൻഡ് തന്നെ ആദ്യം നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് പൈസ അതിന് വേണ്ടിയിട്ട് ഞാൻ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ബാക്കി പൈസയും കൂടെ ഉണ്ടാക്കണം, എന്നിട്ട് ഒരുമാതിരി നല്ലൊരു വണ്ടി വേണം മേടിച്ച് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ശരി അതെനിക്ക് വിട്ടേരെ, ഞാൻ നോക്കാമെന്നൊക്കെ പറയണം. അങ്ങനെ നിധി പതിവ് പോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോയി അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്താണ് നിധിയുടെ ഫ്രണ്ടും കൂടെ വരുന്നത്. അങ്ങനെ അവർ വന്ന് സംസാരിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു മാനേജർ വന്ന് നിധിയുടെ അടുത്ത് വന്നിരുന്നു. അവരങ്ങനെ സംസാരിച്ചിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മാനേജറുണ്ട്, 2 പേരുണ്ടല്ലോ. അപ്പോൾ അതിലൊരാളിരുന്ന് ആഹാരം കഴിക്കുക. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ തൂത്തുടച്ച് വൃത്തിയാക്കുന്നത്. അയാളോടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അറിയാതെ മറ്റേ പുള്ളിക്കാരൻ ദേഹത്ത് കെട്ടി. അപ്പോഴേക്കും അയാളുടെ സൈഡിലും ചോറും പാത്രം താഴേക്ക് വീണു. അതിൻ്റെ പേരിൽ അയാൾ കുറേ ചീത്ത പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്കും ഭയങ്കര വിഷമമായി. കൃത്യസമയത്ത് തന്നെയാണ് സുധീഷ് ഫോൺ വിളിക്കുന്നത്. സുധീഷ് ഫോൺ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുകയാണ്. നിധി പറഞ്ഞു, കഴിച്ചു, ലഞ്ച് ടൈം ആയിരുന്നു പറഞ്ഞു. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടുത്തെ മാനേജർ അവിടുത്തെ സ്റ്റാഫിനെ ചീത്ത പറയുന്നത് കേട്ടത്.
പെട്ടെന്ന് നിധി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. സുധീഷിൻ്റെ വിചാരം എന്താ, നിധിയെ ആയിരിക്കും വഴക്ക് പറഞ്ഞ്. കഴിഞ്ഞ തലേദിവസം ഇങ്ങനെ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചീത്ത പറഞ്ഞല്ലോ. ചീത്ത എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, ഉപദേശം കൊടുത്തായിരുന്നു. അപ്പം ഇനി നിധിയെ ചീത്ത പറഞ്ഞാണെന്ന് കരുതിയിട്ട് സുധീഷിന് ടെൻഷനായി. സുധീഷ് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. നിധി എന്ത് ചെയ്തു? നിധി ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ട് നിധി പോയി നിധിയുടെ ജോലി തുടരുമായിരുന്നു. നിധി ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് കമ്പനിയിലേക്ക് വരുവാണ്. സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, അതെ എനിക്ക് നിധിയെ ഒന്ന് കാണണം, എൻ്റെ ഭാര്യയാണ്, അവളെ കാണാൻ വേണ്ടി ഞാൻ വന്നാന്നൊക്കെ പറഞ്ഞു. അകത്തേക്ക് കയറി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുധീഷിനെ അകത്തേക്ക് കയറ്റി വിട്ടു. സുധീഷ് അകത്തേക്ക് ഒന്ന് നിധിയെ കാണുവാണ്. നിധിയോട് ചോദിച്ചു, അല്ല നിധി, ആരാ നിന്നെ ചീത്ത പറഞ്ഞേ? ഞാൻ കേട്ടായിരുന്നല്ലോ, നിന്നെ ഫോൺ വിളിച്ചിട്ട് നീ എന്തെടുക്കായിരുന്നേ? നിനക്ക് സങ്കടമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സീനുണ്ടാക്കുവാണ്. നിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ആ മാനേജർ അങ്ങോട്ട് വന്നു. മാനേജർ വന്നിട്ട് ചോദിച്ചു, എന്താ നിധി ഇത്? ഇതെന്താ സ്കൂൾ കുട്ടി ആണോ നീ? ചുമ്മാ ഓരോന്നൊക്കെ ചോദിക്കാനും പറയാനും വീട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യണ്ടേ? എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധിയെ കുറേ ചീത്ത പറയണം. നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് സുധീഷിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഇതൊരു ഓഫീസാണ്, ഒരു കമ്പനിയാണ്, നിങ്ങൾക്ക് അങ്ങനെ വന്നു കയറുന്ന ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാനുള്ളതല്ല. നിധി സുധീഷിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും സുധീഷ് വിചാരിച്ചുകൊണ്ടിരുന്നത് നിധി കള്ളത്തരം പറയുന്നതാന്നാ. നിധി ആരോ ചീത്ത പറഞ്ഞിട്ട് അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതാന്നാ. ഒടുവിൽ സുധീഷിന് ഒരു വ്യക്തി നിധി പറഞ്ഞു വിട്ടു. പിന്നീട് നിധി അവിടുത്തെ മാനേജർ വിളിച്ച്, സാറേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം, എന്നാലും വീട്ടിൽ നിന്ന് വിളിച്ച് വീട്ടുകാരെ വരുത്തേണ്ട കാര്യമില്ല, ആരായാളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, എൻ്റെ റിലേറ്റീവാ എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കേട്ടു. അപ്പം എന്നോടാ ദേഷ്യപ്പെട്ടെന്ന് കരുതിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞു. നിധിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ വൈകുന്നേരം നിധി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സുധീഷ് വലിയ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? അയാൾ പേടിച്ചു പോയി കാണുമല്ലേ? എനിക്കറിയാം, അയാളെക്കിട്ട് മനഃപൂർവ്വം ഒന്ന് ഞാൻ പണി കൊടുത്താ. ഇന്നലെ നിധിയെ ചീത്ത പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. നിധിക്ക് സങ്കടവും ദേഷ്യം വന്നു. നിധി വായി വന്നെല്ലാം പറഞ്ഞു. എന്തറിയാം സുധീഷിന്, ഒരു ഓഫീസിൽ വന്ന് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലേ? അതൊരു കമ്പനിയാണത്. ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത്. എന്നെയല്ല ചീത്ത പറഞ്ഞത്, പിന്നെ എന്തിനാ അയാളോട് വന്ന് ചീത്ത പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. സുഭാഷിനും നികേഷിനും ഒന്നും കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് അവർ കാര്യങ്ങൾ അറിയണത്. ഇന്ന പോലെ സംഭവം. സുഭാഷൊക്കെ ചീത്ത പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് സുധീഷെ കാണിച്ചേ? നിനക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. നിധി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്കും കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹരീഷ് വന്നേ. ഹരീഷിന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഹരീഷിനോട് നികേഷ് പറയണേ, ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിധി അടുത്തൊരു ഓഫീസിൽ സുധീഷാണ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. ഹരീഷ് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഇവന് വല്ല ബോധമുണ്ടോ? ചുമ്മാ തോന്നിയ ദിവസം കാണിക്കും. ഒരു ഓഫീസാന്നുള്ള ചിന്തയൊന്നുമില്ല. എടാ, നിനക്ക് ഇത്രയും ബോധവും കാര്യങ്ങളൊക്കെ വേണം. ഓഫീസിൽ ചെന്ന് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അറിയണം. വീട്ടിൽ നീ ബാക്കിയുള്ളവരോട് ദേഷ്യപ്പെടുന്ന പോലെ അല്ല ഒരു ഓഫീസിൽ ചെന്ന് ദേഷ്യപ്പെടുന്നത്. അതെല്ലാം കേട്ട് ചെല്ലുമ്പോൾ സുധീഷിന് ദേഷ്യമായി. ഒന്നും രണ്ടും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നുണ്ട്. ഒരു വിധത്തിലാണ് പിന്നെ സുഭാഷ് അവരെ ഒന്ന് മാറ്റിവിടുന്നത്. സുധീഷിനാണ് സങ്കടമായിരുന്നു. സുധീഷ് എന്നിട്ട് അന്ന് രാത്രി അവിടെ നിന്നില്ല, വീട്ടിൽ നിന്ന് പോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ സുധീഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് വിളിച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാത്രി പോന്നേന്ന് പറഞ്ഞു. വീട്ടിൽ കിടക്കാൻ കഴിയില്ലാഞ്ഞിട്ട് കാർ ഒരു റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് കിടന്നുറങ്ങുക സുധീഷ് ചെയ്തേ. പക്ഷെ ബാക്കിയുള്ളവരത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും നിധി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നീട് നിധിയൊക്കെ കാത്തിരിക്കുകയാണ് സുധീഷിന് വേണ്ടിയിട്ട്. പക്ഷേ സുധീഷ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്കൊരു വളവുണ്ടായിരുന്നു. വണ്ടി തിരിച്ചങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്കൊരു ബൈക്കാരൻ വന്നു. ബൈക്കാരനെ ഇടിച്ച് താഴെ ഇട്ടു. ഒച്ചപ്പാടും ബഹളമായി. സുധീഷ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഒടുവിൽ പോലീസ് കേസും കാര്യങ്ങളുമായി. പോലീസ് വന്നു. സുധീഷിനെ അയാളെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് സുധീഷ് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത്, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് സുഭാഷ് ചേട്ടാന്നൊക്കെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ സമയം സുഭാഷിനൊക്കെ ഭയങ്കര ടെൻഷനായി. സുഭാഷ് നികേഷിനോടും നിധിയോടും ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, എങ്ങനെയും പുറത്തിറങ്ങണം, ചില പൈസ വേണ്ടി വരും, ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അതിനിപ്പോൾ പൈസയ്ക്ക് എന്ത് ചെയ്യും? അപ്പോഴാണ് ഹരീഷ് ആ കാര്യം ഓർക്കണേ. അലമാരിക്കകത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ടെന്ന് സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ പോയി തപ്പി ഒരു ബാഗിനകത്ത് കുറേ പൈസ ഉണ്ടായിരുന്നു. ആ പൈസയ്ക്ക് എടുത്തു. അങ്ങനെ അതുമായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് നിധി അവരുടെ കൂടെ ചെല്ലുവാന്ന് പറഞ്ഞു. അങ്ങനെ നിധിയും കൂടെ പോയി. നിധി സുഭാഷും ഹരീഷും കൂടെ ചെന്നു. അങ്ങനെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഈ സമയത്ത് സുധീഷാണ് നല്ല ദേഷ്യത്തിലായിരുന്നു. താൻ തെറ്റും ചെയ്തിട്ടിരുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ
ബൈക്കുകാരനാണെങ്കിൽ വിട്ടുകൊടുക്കാനും ഭാവമില്ലായിരുന്നു. അയാൾ പറഞ്ഞു, എന്താണെങ്കിലും ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നിൽക്കുകയാണ്. ഒടുവിൽ അങ്ങോട്ട് കൂടെ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ. പോലീസുകാർക്ക് നേരെ സുധീഷ് ദേഷ്യപ്പെട്ടു. സുധീഷിനെ പിടിച്ച് ലോക്കപ്പിൽ വിട്ടു. നീതിക്കും സുഭാഷിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അപ്പോഴേക്കും അങ്ങോട്ട് തോമസ് ചേട്ടൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് തോമസ് ചേട്ടൻ പോയി കാര്യങ്ങൾ സംസാരിക്കണം. അവൻ പാവം പയ്യനാണ്, പ്രശ്നക്കാരനൊന്നും അല്ലാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ ബൈക്കുകാരെ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. എനിക്കാണ് അപകടം പറ്റിയത്, ഞാൻ അങ്ങനെ വെറുതെ വിടുന്നില്ല, അവനകത്ത് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും വെള്ളം. ഒടുവിൽ 50,000 രൂപയ്ക്ക് സെറ്റ് ചെയ്യാന്നായി കാര്യങ്ങളൊക്കെ. 50,000 രൂപ വേണ്ടേ? 39,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഹരീഷിൻ്റെ കയ്യിൽ. അതും സുധീഷ് അവിടെ അടുത്ത് മാറ്റി വെച്ചിരുന്ന പൈസയാണ്. പിന്നീട് തോമസ് ചേട്ടൻ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് പൈസ ഇട്ട് 50,000 രൂപ കൊടുത്ത് ഇറക്കുവാണ്. ഇറക്കി കഴിയുമ്പോഴത്തേനും പോലീസുകാരൻ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സുധീഷിന് ദേഷ്യം വരുന്നു. താൻ തെറ്റും ചെയ്യാതെ തന്നെ പിടിച്ചകത്തിട്ടേന്നും പറഞ്ഞുകൊണ്ട് ഒടുവിൽ പോലീസുകാരൻ സുധീഷിൻ്റെ ലൈസൻസ് മേടിച്ചു വെച്ചു. നിനക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നീ ലൈസൻസ് കൊണ്ടായാൽ മതി, അല്ലെങ്കിൽ 1 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒടുവിൽ ദേഷ്യത്തോട് കൂടിയിട്ടാണ് സുധീഷ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒടുവിൽ അലമാരിക്കകത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലമാരിക്കകത്ത് പണം കണ്ടില്ല. അതിൻ്റെ പേരിൽ ഹരീഷുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹരീഷ് പറഞ്ഞു, നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പണമൊക്കെ എടുത്തതെന്ന് പറഞ്ഞു. എന്തിനാ നീ ആ പണം എടുത്തത്? ഞാൻ അകത്ത് കിടക്കില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒച്ചപ്പാടും വേളം, ഭയങ്കര അടിയായിരുന്നു. ഒടുവിൽ നിധി വന്ന് തടസ്സം പിടിക്കുന്നുണ്ട്. നിധി കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി, പ്ലേറ്റൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇനിയും നിങ്ങളിങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. നിധിക്കാണ് ഭയങ്കര സങ്കടമായിരുന്നു ഇതിൻ്റെ പേരിൽ. ഒടുവിൽ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നേ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുധീഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നിധിയെ വേദനിപ്പിച്ചെന്നൊരു ചിന്ത. എന്നാലും സ്കൂട്ടി മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഹരീഷിൻ്റെ കാലിൽ വീണ്ടും വീഴുവാണ്. എടാ ഹരീഷെ, ആ സ്കൂട്ടി എനിക്ക് വേണം. നിന്നോട് ഒരു ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ ഒരു സെക്കൻഡ് സ്കൂട്ടിയുടെ കാര്യം? നമുക്കത് അവൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഹരീഷ് അവൻ സുധീഷിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പം ആ സ്കൂട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് ഇഷ്ടപ്പെട്ടു. ഒടുവിൽ അഡ്വാൻസ് 10,000 രൂപയും കൊടുത്ത് ആ സ്കൂട്ടിയായിട്ട് വീട്ടിലേക്ക് വരുവാണ്. നിധിക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് നിധിയെ കാണിച്ചു. പക്ഷെ അപ്പോഴാണ് ആ സത്യങ്ങൾ പുറത്തു വരുന്നത്. നിധിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയത്തില്ല. അപ്പം സുധീഷിൻ്റെ വിചാരം അത്രയും വലിയ വീട് ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നിധിക്ക് ഡ്രൈവിങ് അറിയാമെന്ന് എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ എങ്കിൽ അതറിയത്തില്ലെന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായത്. എല്ലാവരും കൂടെ സുധീഷിനെ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.